പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് നോക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ വേണ്ട ന്യൂ പേജ് എടുത്തുമ്പോൾ ഒരു 3.5 സെൻറ്റിമീറ്റർ 4.5 സെൻറ്റിമീറ്റർ ഹൈറ്റും റെസൊല്യൂഷൻ 300 ഈ ഒരു സൈസിലുള്ള പേജ് എടുക്കുക. ഇതാണ് നമുക്ക് വേണ്ടത്. അതിലേക്കുള്ള ഫോട്ടോ സെറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഞാനിതിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫോട്ടോ നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം അത് പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ പേജിലേക്ക് വലിച്ചിടുക, ഡ്രാഗ് ചെയ്തില്ല. അപ്പോൾ ഇതിന് സൈസ് കൂടുതലാണ്, അതായത് സ്റ്റുഡിയോ സൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൈസ് സ്കെയിലിംഗ് എന്ത് ചെയ്യുക, മാക്സിമം അതിലേക്ക് പാകമാകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ആ ഒരു ലെവലിൽ സെറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് കോട്ട് വെച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് നിന്നൊരു കോട്ട് ഓപ്പൺ ചെയ്യണം. ഞാൻ കോട്ട് വെച്ചിട്ട് എടുത്തത് നിന്നു എവിടെ വെച്ചു, ഒരു കോട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി നമുക്ക് ഇങ്ങനെ അതായത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനത്തെ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അത് ഗൂഗിളിൽ കയറിയിട്ട് പാസ്പോർട്ട് സൈസ് കോട്ട് ഫോട്ടോ കോട്ട് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നേരെ അതിലേക്ക് ഇത് ഡ്രാഗ് ചെയ്തിടുക. ഇനിയാണ് ഇത് സൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സൈസ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ കറക്റ്റായിട്ട് ഈ ഒരു ലെവലിൽ, അതായത് ഈ ഒരു നെറ്റിൻ്റെ അകത്ത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് സ്കെയിലിങ് കൂട്ടും കുറക്കും ഒക്കെ വേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഏകദേശം റേഞ്ച് സെറ്റ് ചെയ്യുക. ഏകദേശം ഒരു റേഞ്ചിൽ നമുക്ക് നിർത്തിയിട്ട് സെറ്റ് ചെയ്യാം. കൺട്രോളിലേക്ക് അടിച്ച് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യും. അതിന് ശേഷം നമുക്കിതിന് പുറത്തു കൂടെ പോയിട്ടുള്ള ഈ ഷർട്ടിൻ്റെ ഭാഗം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ അതിന് നമ്മൾ പെൻ ടൂൾ എടുക്കുക. അപ്പോൾ പെൻ ടൂൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് സൂം ചെയ്തിട്ട് ആ ഷർട്ടിൻ്റെ ഭാഗം പെൻ ടൂളിൻ്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് പുറത്തു കൂടി ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി, ഇതുവരെ ഉള്ളത്. എന്നിട്ട് കൺട്രോൾ എൻ്റർ അടിച്ചിട്ട് കുറച്ച് ഫെദർ കൊടുക്കണം കേട്ടോ. കുറച്ച് 1 ഫെദർ കൊടുക്കുക. ദെൻ എൻ്റർ അടിച്ചിട്ട് ആ ഭാഗം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ അത് ഫിനിഷിംഗ് ആയിട്ട് പോകും. ഇനി അടുത്ത നെക്സ്റ്റ് ഈ സൈഡിലേക്ക് വരിക. അവിടെ അതേപോലെ തന്നെ ആ തുടങ്ങിയവിടെ തന്നെ അവസാനിപ്പിക്കുക. കൺട്രോൾ എൻ്റർ അടിക്കുക. വർക്ക് ചെയ്ത് നമ്മളെ പിക്ചറിൻ്റെ ക്ലാരിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ വലിച്ചിടുന്ന പിക്ചറിൻ്റെ ക്ലാരിറ്റിക്ക് അനുസരിച്ച് റെസൊല്യൂഷൻ സെറ്റ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ നമുക്ക് 2 അത്യാവശ്യം നല്ല ക്ലിയറിലുള്ളതായതുകൊണ്ട് 2 കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ 1 കൊടുത്താൽ മതി. ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ സംഗതി ഫിനിഷിംഗ് ആയിട്ട് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനെന്ത് ചെയ്യുക, ഇതിലേക്ക് കോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രെയിം ഒന്ന് എന്ത് ചെയ്യുക, കുറച്ച് താഴ്ത്തി വെക്കാം. കുറച്ച് ഗ്യാപ്പ് ഇവിടെ ഉണ്ടാകും കേട്ടോ. ഓക്കെ, ഞാൻ ടോട്ടലായിട്ടൊന്ന് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കി കൊടുക്കുക. അപ്പം ഇനി നമുക്ക് എത്ര വേണ്ട വെച്ചാൽ ചെറുതാക്കി കിട്ടും, വേണ്ടത് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഷർട്ടിൻ്റെ ഭാഗം ബാക്കി കുറച്ച് കയറിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് ആ ലെയർ സെറ്റ് ചെയ്തിട്ട് എറേസ് ചെയ്താൽ മതി. അടിയിലായതുകൊണ്ട് എറേസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടി എന്ത് ചെയ്യുക, ഒറ്റ ഇമേജ് ആക്കി മാറ്റുക. അതിന് വേണ്ടി നമുക്ക് ലെയറിൽ ഫ്ലാറ്റൻ ഇമേജ് ആക്കുക. അത് മൊത്തത്തിൽ ഒറ്റ ഇമേജായി മാറും. സാധാരണ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ വൈറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ സാധാരണ നമുക്ക് ഉപയോഗിക്കുന്നത് വൈറ്റാണ്. പാസ്പോർട്ടിനും വിസൻ്റെ കാര്യത്തിനൊക്കെ ആണെങ്കിൽ കൂടുതൽ വൈറ്റാണ്. അപ്പോൾ വൈറ്റാണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ബ്ലൂ കളറാണ് ആദ്യം ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ കൂടുതൽ വൈറ്റാണ്. ഇനി നമുക്കിതിന് എന്ത് ചെയ്യണം, ചെറിയൊരു ബോർഡർ കൊടുക്കണം. അപ്പോൾ ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ഫ്ലാറ്റൻ ആക്കിയതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെയറായി മാറും.
എന്നിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് ഓൾട്ടും ഷിഫ്റ്റും പിടിച്ചിട്ട് സ്കെയിൽ ചെയ്യുക. എന്നിട്ട് ഒരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് വൈറ്റ് കളർ ഫില്ല് ചെയ്യുക. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് വൈറ്റ് തന്നെ കൊടുക്കുക. എന്നിട്ട് ആ ലെയർ എടുത്തിട്ട് താഴേക്ക് ഇടുക. നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ താഴേക്ക് ഇടുക. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ബോർഡർ, ഇങ്ങനെ ഒരു ബോർഡർ സാധാരണ പാസ്പോർട്ട് സൈസിൽ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്ക് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അത് ഒന്നാക്കിയതിന് ശേഷം നമുക്ക് ഒരു പേജ് എടുക്കുക. ഇത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുമ്പോൾ സാധാരണ സ്റ്റുഡിയോ പ്രിൻ്റ് വരൽ ഫോട്ടോയിൽ 4:6 5:7 വരും. അപ്പോൾ 4:6 നമുക്ക് പ്രിൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് ആണെന്നെങ്കിൽ അത് 4:6 എടുത്താൽ 300 കറക്റ്റ് സെറ്റ് ആയിക്കാം. അടുത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വർക്ക് ലെയറിൽ ഫ്ലാറ്റൻ ഇമേജ് ആക്കിയിട്ട് നേരെ ഇതിലേക്ക് ട്രാക്ക് ചെയ്തിടും. 1 സെറ്റ് ചെയ്തു, 2 സെറ്റ് ചെയ്തു, 3 സെറ്റ് ചെയ്തു, 4 സെറ്റ് ചെയ്തു. എന്നിട്ട് ഇനി വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇനി ഇതിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതിന് കട്ട് ചെയ്യണമെന്നെങ്കിൽ നമുക്ക് കത്രിക വെച്ച് ഇത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ വേണമെന്നെങ്കിൽ പല ആളുകളും അതിന് സ്ട്രോക്ക് ഇടും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് സ്ട്രോക്ക് ഇട്ടാൽ മതിയെന്നു, ഞാനത് മറന്നു പോയതാണ്. ഇതിന് ആദ്യം സ്ട്രോക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ നിന്ന് സ്ട്രോക്ക് ഉണ്ടാവും, സ്ട്രോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സാധാരണ 3 അല്ലെങ്കിൽ 2 ഒക്കെ മതി. ഒരു കത്രിക കടന്നു പോകാനുള്ള ഗ്യാപ്പ് മതി, കൂടുതലൊന്നും വേണ്ട. എന്താ, ചെറിയൊരു ഗ്യാപ്പ് മതി, കത്രികക്കുള്ള ഗ്യാപ്പ് മതി. ദെൻ അൾട്ട് പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള കംപ്ലീറ്റ് കോപ്പി എടുത്ത് വെക്കുക. പല രീതിയിൽ ആൾക്കാർ സെറ്റ് ചെയ്യും, പല അളവിൽ സെറ്റ് ചെയ്യും. കാരണം അവർക്ക് ഏതാണ് സൗകര്യം അതെടുത്തിട്ടാണ് മിക്ക സ്റ്റുഡിയോ മേഖലയിലുള്ള ആൾക്കാർ അത് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്ര പാർട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പാസ്പോർട്ട് സൈസ് എടുക്കുക. കോട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കോട്ടും ഫോട്ടോസൊക്കെ നെറ്റിൽ നിന്ന് കിട്ടും. ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാവരും ചെയ്തതിന് ശേഷം വാട്സപ്പ് ചെയ്യാൻ നിർബന്ധമാണ്.